ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കെമിസ്ട്രിയുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ അഥവാ ജലത്തെ പറ്റിയാണ്. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കുവാനായി ഞാൻ എടുത്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡാണ്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. ജലവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ? ലെറ്റ്സ് ഗോ ത്രൂ ദി ചാപ്റ്റർ. വാട്ടർ ഈസ് എ പ്രിഷ്യസ് നാച്ചുറൽ റിസോഴ്സ്. ജലം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ പ്രകൃതി വിഭവമാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് 65% ഓഫ് ദ ബോഡി പാർട്സ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് കണ്ടെയ്നിങ് വാട്ടർ. വളരെ കൗതുകകരമായ വസ്തുത എന്തെന്നാൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരഭാഗങ്ങളിൽ 65% ജലമാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ നോട്ട് ഓൺലി ഫോർ സസ്റ്റൈനിങ് ലൈഫ്. ജീവൽ പ്രവർത്തനത്തിന് മാത്രമല്ല ജലത്തിൻ്റെ ആവശ്യകത, പിന്നെ എന്തിനൊക്കെയാണ്, ബട്ട് ഓൾസോ ഫോർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. കൃഷിക്കും വ്യവസായത്തിനും ഊർജോൽപാദനത്തിനും ഗതാഗതത്തിനും ഒക്കെ നാം എന്തുപയോഗിക്കാറുണ്ട്? ജലം ഉപയോഗിക്കാറുണ്ട്. വി യൂസ് വാട്ടർ ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ജലം കൊണ്ട് ഉണ്ട്. വി ഗെറ്റ് വാട്ടർ ഇൻ ലാർജ് എമൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് നാച്ചുറൽ റിസോഴ്സ്. പ്രകൃതിയിലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് വൻതോതിൽ ജലം ലഭ്യമാകുന്നത്. റെയിൻ വാട്ടർ, വെൽസ്, ബാക്ക് വാട്ടേഴ്സ്, സ്ട്രീംസ്, റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ് ആർ ഡിഫറെൻറ്റ് വാട്ടർ റിസോഴ്സസ്. പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? റെയിൻ വാട്ടർ മഴവെള്ളം, വെൽസ് കിണറുകൾ, ബാക്ക് വാട്ടേഴ്സ് ജലാശയങ്ങൾ, സ്ട്രീംസ് അരുവികൾ, റിവേഴ്സ് നദികൾ ആൻഡ് ഓൾസോ ഓഷ്യൻസ് കടൽ അല്ലെങ്കിൽ സമുദ്രങ്ങൾ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്? ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ നേച്ചർ ഇൻ ഓൾ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നാംലി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണെന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത്. ജലവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ടോപ്പിക്കാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പരിചയപ്പെടുത്തുവാനായി ഒരു എക്സ്പെരിമെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടേക്ക് 3/4 ഓഫ് വാട്ടർ ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ 1/4 ഭാഗം എന്ത് ചെയ്യുക? വെള്ളം എടുക്കുക. അറേഞ്ച് എ തെർമോമീറ്റർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻസൈഡ് ദ ഫ്ലാസ്ക്. ഫ്ലാസ്കിനുള്ളിലെ വെള്ളത്തിൽ, ജലത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഒരു തെർമോമീറ്ററിനെ സെറ്റ് ചെയ്യുക. അതായത് എന്താണ് തെർമോമീറ്റർ? നമ്മുടെ താപനില അളക്കുന്ന, ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. റെക്കോർഡ് ദ ഇനിഷ്യൽ തെർമോമീറ്റർ റീഡിംഗ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം ജലത്തിൻ്റെ താപനില എത്രയാണെന്ന് എന്ത് ചെയ്യുക? അളന്ന് ശേഖരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ശേഷം എന്ത് ചെയ്യുക? ഹീറ്റ് ദ വാട്ടർ ഇൻ ദ ഫ്ലാസ്ക്. ഫ്ലാസ്കിലെ വെള്ളത്തെ എന്ത് ചെയ്യുക? ചൂടാക്കുക. വെൻ ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം എന്ത് ചെയ്യുന്നു? താപനില കൂട്ടുന്നു. അതായത് 0 ഡിഗ്രി അല്ലെങ്കിൽ 5 ഡിഗ്രി കിടക്കുന്ന വെള്ളം എന്ത് ചെയ്യുന്നു? പതിയെ കൂട്ടി 10 ഡിഗ്രി, 12 ഡിഗ്രി, 15 ഡിഗ്രി, 20 ഡിഗ്രി അങ്ങനെ കൂട്ടി പോകുന്നു. പക്ഷെ ഒരു കൃത്യമായ സ്ഥലം എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്നു. അതൊരു കൃത്യമായ അളവ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നീട് ടെമ്പറേച്ചർ കൂടുന്നില്ല. ഓക്കെ, എപ്പോഴായിരിക്കും അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുക? നോക്കാം. വെൻ ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്. വെള്ളം തിളയ്ക്കുവാൻ ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അവിടുത്തെ ടെമ്പറേച്ചർ നിശ്ചലമാകുന്നു, കോൺസ്റ്റന്റ് ആകുന്നു. അങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിന് നമ്മൾ എന്ത് പറയാൻ കഴിയും? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയാൻ കഴിയും. ജലത്തിൻ്റെ തിളനില എന്ന് പറയാൻ കഴിയും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എന്താണ് തിളനില എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതണം? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കാൻ എടുക്കുന്ന താപനില ആണ് ആ ദ്രാവകത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. ഓരോ ദ്രാവകത്തിനും വ്യത്യസ്തമായിട്ടുള്ള തിളനിലയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കാൻ ഉപയോഗിക്കുന്ന താപനിലയാണ് ആ ദ്രാവകത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ദ്രാവകം മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നു? തിളനിലയും മാറുന്നു. Once water starts boiling, the temperature will not change because all the heat supplied is utilized for the change of state. ജലം തിളച്ച് തുടങ്ങുന്നത് മുതൽ നാം കൊടുക്കുന്ന ഓരോ താപനിലയിലും അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. എങ്ങനെയുള്ള അവസ്ഥാ മാറ്റം? 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം
100 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്റ്റീമായിട്ട് മാറുകയാണ്, നീരാവിയായിട്ട് മാറുകയാണ്. ഹെൻസ് ഓൾ ദ എക്സസ് ഹീറ്റ് സപ്ലൈഡ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദ സ്റ്റീം അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ പിന്നീട് കൊടുക്കുന്ന താപനില സ്റ്റീമായിട്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് പ്രശ്നം? അതേ ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 100 ഡിഗ്രി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റീമായിട്ട് മാറുന്നത്. ദിസ് ഈസ് വൈ സ്റ്റീം കോസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടൈം. തിളച്ച വെള്ളത്തിനേക്കാളും 100 ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതേ താപനിലയിലുള്ള നീരാവിക്കാണ് ഗുരുതരമായ പൊള്ളൽ ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ ഭക്ഷണം പാകം ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാവാം? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ പ്രഷർ. നമ്മളിവിടെ ജലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ജലത്തെ പറ്റി പറയാം. എന്താണ്? പ്രഷർ കൂടുന്നതിനനുസരിച്ച് ജലത്തിൻ്റെ എന്തും കൂടുമെന്നാണ് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ്, തിളനിലയും കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഇൻ പ്രഷർ കുക്കർ വാട്ടർ ബോയിൽസ് അറ്റ് 120 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. കാരണം എന്താണ്? പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. പ്രഷർ കുക്കറിനുള്ളിൽ എന്ത് കൂടുതലാണ്? പ്രഷർ കൂടുതലാണ്. സോ എന്ത് കൂടുന്നുണ്ട്? ബോയിലിംഗ് പോയിന്റും കൂടുന്നുണ്ട്. ഹെൻസ് ഹൈ ടെമ്പറേച്ചർ എക്സിസ്റ്റ് ഇൻസൈഡ് ദ കുക്കർ. അപ്പോൾ വളരെ അധികം ടെമ്പറേച്ചർ ആയിരിക്കും, കൂടിയ താപനിലയായിരിക്കും എവിടെ കാണാൻ കഴിയുന്നത്? കുക്കറിനുള്ളിൽ, പ്രഷർ കുക്കറിനുള്ളിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല അതുകൊണ്ടാണ് ഫുഡ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഇതിൻ്റെ മറ്റൊരു വശം പറയുകയാണ്, റീജിയൻസ് വാട്ടർ ബോയിൽസ് അറ്റ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ വളരെ ഉയരമേറിയ പ്രദേശങ്ങളിൽ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിൽ എന്താണ്? 100 ഡിഗ്രിക്ക് താഴെ മതി എന്തെന്ന് പറയുന്നത്? വെള്ളം തിളയ്ക്കാൻ വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഉയരം കൂടുന്തോറും പ്രഷർ കുറയുകയാണ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തും കുറയുന്നു? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റും കുറയുന്നു. അതാണ് പറഞ്ഞത്, ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിൽ വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചർ മതി. അതായത് 100 ഡിഗ്രി വേണ്ട, അതിനനുസരിച്ച് അതിനകത്ത് മാത്രം മതി എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് ഫോം അറ്റ് ദ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിലാണ് ജലം ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നത്. ബട്ട് വാട്ടർ ചേഞ്ചസ് ടു വേപ്പർ അറ്റ് എനി ടെമ്പറേച്ചർ അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ എവിടെ വേണമെങ്കിലും ജലം എന്തായിട്ട് മാറാം? ബാഷ്പമായിട്ട് അല്ലെങ്കിൽ നീരാവിയായിട്ട് എന്ത് ചെയ്യാൻ മാറാം. ഇവാപ്പറേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ. അടുത്തതായി നമ്മൾ പറയുന്ന ഒരു പ്രോസസ്സാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവാപ്പറേഷൻ? നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ. ഒരു ദ്രാവകം ബാഷ്പമായിട്ട് മാറുന്ന അല്ലെങ്കിൽ നീരാവിയായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഓൺ ഹീറ്റിംഗ് വാട്ടർ ദ ഹീറ്റ് അബ്സോർബ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോർ ഇവാപ്പറേഷൻ. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാറില്ലേ? ആ വെള്ളം ചൂടാക്കുന്ന സമയത്ത് താപം 2 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ആ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന താപനില ഫോർ റൈസ് ഇൻ ടെമ്പറേച്ചർ, എന്ത് കൂട്ടാൻ? താപനില ഉയർത്തുവാനും, ആൻഡ് ആൾസോ ഫോർ ഇവാപ്പറേഷൻ, ബാഷ്പീകരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. വെള്ളം ചൂടാക്കുന്ന സമയത്ത് ആഗിരണം ചെയ്യപ്പെടുന്ന താപനില 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് താപനില ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ കൂട്ടുവാനും, മറ്റൊന്ന് എന്ത് ചെയ്യാൻ? ബാഷ്പീകരണത്തിനും ഫോർ ഇവാപ്പറേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ താപധാരിത. എന്താണ് താപധാരിത? ഉയർന്ന താപത്തെ താങ്ങുവാനുള്ള ഒരു വസ്തുവിൻ്റെ ശേഷിയെ നമ്മൾ എന്ത് പറയുന്നു? താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും ജലത്തിൻ്റെ താപധാരിത? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസ്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജലത്തിന് ഉയർന്ന താപധാരിതയുണ്ട് അല്ലെങ്കിൽ താപത്തെ താങ്ങുവാനുള്ള ശേഷിയുണ്ട്. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ജലത്തിൻ്റെ താപധാരിത എന്ന് പറയുന്നത്. The following are some of the situations which make use of high heat capacity of water. ജലത്തിൻ്റെ ഉയർന്ന താപധാരിതയെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ആദ്യത്തേത് വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എൻജിൻസ്. വാഹനങ്ങളുടെ എൻജിനുകളിൽ നാം ഉപയോഗിക്കുന്ന റേഡിയേറ്റർ ഉണ്ട്. ആ റേഡിയേറ്ററിൽ ഒഴിക്കുന്നത് എന്താണ്? ജലമാണ്. കാരണം എൻജിനിലുള്ള ചൂടിനെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് റേഡിയേറ്ററിൽ നാം എന്തുപയോഗിക്കുന്നത്? ജലത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? റേഡിയേറ്ററിൽ വെള്ളം നിറച്ച് അല്ലെങ്കിൽ ആ ചൂടിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്ട്സ്. എന്താണ്? ചൂടായ വസ്തുക്കളെ തണുപ്പിക്കാനും എന്തുപയോഗിക്കുന്നുണ്ട്? ജലം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ്. തേർഡാണ് 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. നമ്മുടെ ഭൂമിയുടെ 2/3 വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ദിസ് റെഗുലേറ്റ്സ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. നമ്മുടെ ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുവാൻ ഇത് സഹായിക്കുന്നു. ജലവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? When water is cooled, its density increases and the cold water goes down. വെള്ളം തണുക്കുമ്പോൾ അതിൻ്റെ സാന്ദ്രത കൂടുകയും തണുത്ത ജലം അടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. This occurs till the temperature reaches 4 degrees Celsius. ഇത് എപ്പോൾ സംഭവിക്കുന്നു? ഇത് താപനില 4 degrees Celsius 4 degrees Celsius ആകുന്നതുവരെ സംഭവിക്കുന്നു. When atmospheric temperature goes below 4 degrees Celsius, due to anomalous expansion of water, its volume increases while its density decreases. അന്തരീക്ഷ താപനില 4 degrees Celsiusനേക്കാളും കുറയുമ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടുകയും ചെയ്യുന്നു. വാട്ടർ ബിലോ 4 degrees Celsius റൈസസ് ടു ദ സർഫസ്. 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നു. ഇറ്റ് ഫ്രീസസ് ആൻഡ് കവേഴ്സ് ദ സർഫസ് ഓഫ് വാട്ടർ വിത്ത് ഐസ് വിച്ച് ഈസ് ലെസ് ഡെൻസ് ദാൻ വാട്ടർ. എന്താണ് സംഭവിക്കുന്നത്? ഇത് തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസുകളായിട്ട് നിറയുന്നു. ജലത്തിൻ്റെ ഉപരിതലത്തിൽ എന്തായിട്ട് നിറയുന്നു? ഐസുകളായി നിറയുന്നു. Aquatic life in water bodies at colder regions is sustained in the water below this layer of ice. അപ്പോൾ ഈ മഞ്ഞുപാളികൾക്കടിയിൽ ജലമുണ്ടെന്നറിയാം. തണുത്ത പ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് വഴി. അപ്പോൾ അതിനടിയിൽ ജലമുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ ഇത് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതല്ലെങ്കിൽ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്ന് പറയുന്നത്. ജലവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഘനീഭവിക്കൽ എന്ന് പറയുന്നത്. നോക്കാം. വാട്ടർ ചേഞ്ചസ് ടു ഐസ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ റീച്ചസ് 0 degrees Celsius. ജലത്തിൻ്റെ ടെമ്പറേച്ചർ താപനില 0 degrees Celsius ആകുമ്പോഴാണ്, അല്ലെങ്കിൽ 0 degrees Celsius ആകുമ്പോഴാണ് ജലം തണുത്ത് ഐസായിട്ട് മാറുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ്. നമുക്ക് അടുത്തതായി നോക്കേണ്ടതാണ് ഒരു ദ്രാവകത്തിൻ്റെ ഖരാങ്കം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് is the temperature at which it freezes to solid at normal atmospheric pressure. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തണുത്തുറഞ്ഞ് ഖരമായിട്ട് മാറുന്ന താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ദ്രാവകത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഖരാങ്കം എന്ന് പറയുന്നത്. ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0 degrees Celsius. ജലത്തിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0 degrees Celsius ആണ്. നോർമലി all substances shrink on cooling and their volume decreases. സാധാരണയായി എല്ലാ വസ്തുക്കളും, നോർമൽ ഒരു വസ്തു എന്താണ് ചെയ്യുന്നത്? തണുക്കുമ്പോൾ ആ വസ്തു ചുരുങ്ങുകയും അതിൻ്റെ വോളിയം, അതിൻ്റെ വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ദിസ് ഇൻക്രീസസ് ഇറ്റ്സ് ഡെൻസിറ്റി. അപ്പോൾ വോളിയം കുറയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത എന്ത് ചെയ്യുന്നു? കൂടുന്നു. പക്ഷേ വാട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? വെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസ്, ജലം എന്തായിട്ട് മാറുമ്പോൾ? തണുത്തുറഞ്ഞ ഐസായിട്ട് മാറുമ്പോൾ ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. അതിൻ്റെ വോളിയം, അതിൻ്റെ വ്യാപ്തം കൂടുകയും ആൻഡ് ദ ഡെൻസിറ്റി ഡിക്രീസസ്, അതിൻ്റെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യുന്നു? വാട്ടർ തണുക്കുമ്പോൾ മാത്രം അതിൻ്റെ വോളിയം കൂടുന്നു, വോളിയം ഇൻക്രീസസ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം കൂടുന്നു. ആൻഡ് ദ ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ പ്രതലബലം എന്ന് പറയുന്നത്. ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി എന്താണ് പ്രതലബലം എന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ ബ്ലേഡ് ഡസ് നോട്ട് സിങ്ക്. ഈ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു. ഈ ഒരു ബ്ലേഡ് എന്ത് ചെയ്യുന്നില്ല? അടിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം മുങ്ങിപ്പോകാത്തത്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വി നോ ദാറ്റ് ദ മോളിക്യൂൾസ് ഓഫ് ദ ലിക്വിഡ് അട്രാക്ട്സ് ഈച്ച് അതർ.
ലിക്വിഡിൻ്റെ ദ്രാവകങ്ങളുടെ തന്മാത്രകൾ തമ്മിലൊരു ആകർഷണ ബലമുണ്ട്. അത് കാരണത്താലാണ് എന്ത് ചെയ്യാത്തത്, ഈ ഒരു ബ്ലേഡ് മുങ്ങിപ്പോകാത്തത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ദിസ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ്സ് ഹൗ മോളിക്യൂൾസ് ഓഫ് ദ വാട്ടർ അട്രാക്ട് ഈച്ച് അതർ. ഈ ഒരു പിക്ചറിൽ നിന്ന് എത്രത്തോളമാണ് ദ്രാവകങ്ങളുടെ തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ ബലം എന്ന് നോക്കാം. ഇതാണൊരു തന്മാത്ര അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ. അതെന്ത് ചെയ്യുന്നു, മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു, ഒരേ രീതിക്ക് ബലം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നു. The number of molecules in vapor form just above the surface of water is less than those on the surface. എന്താണ് പറയുന്നത്, ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിലുള്ള ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതായത് നമ്മുടെ ജലോപരിതലത്തിൽ ജലത്തിൻ്റെ മുകളിലായിട്ട് തന്മാത്രകൾ, ബാഷ്പത്തിൻ്റെ തന്മാത്രകൾ കാണാം, പക്ഷേ എന്താണ്, വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഹെൻസ് ദ അട്രാക്ഷൻ ടുവേർഡ്സ് ദ സൈഡ്സ് ആൻഡ് ദ ഇൻറ്റീരിയർ വിൽ ബി ഈക്വൽ. അങ്ങനെ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ കുറവായതുകൊണ്ട് ഉള്ളിലേക്കും വശങ്ങളിലേക്കുമുള്ള തന്മാത്രകളുടെ ആകർഷണ ബലം, അട്രാക്ഷൻ കൂടുതലായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. കോൺസിക്വൻ്റ്ലി അത് കാരണമായിട്ട് എന്ത് സംഭവിക്കുന്നു, ദ ലിക്വിഡ് സർഫസ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ആ ഒരു ലിക്വിഡിൻ്റെ ദ്രാവകത്തിൻ്റെ ഉപരിതലം വലിഞ്ഞു മുറുകിയ പാട പോലെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ദിസ് ബിഹേവിയർ കോസസ് സർഫസ് ടെൻഷൻ. ഈ ഒരു പ്രത്യേകത എന്തിന് കാരണമാകുന്നു, സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലത്തിന് കാരണമാകുന്നു. അപ്പോൾ എന്താണ് പ്രതലബലമെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ജലത്തിൽ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന പ്രത്യേകത ഉണ്ട് എന്നറിയപ്പെടുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, സ്മോൾ ഇൻസെക്ട്സ് ക്യാൻ മൂവ് റാൻഡംലി ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ചെറു പ്രാണികൾക്ക് ജലത്തിൻ്റെ ഉപരിതലത്തിലൂടെ ഓടി നടക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കിണറിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഒരു ജീവി എന്ത് ചെയ്യുന്നു, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഓടി നടക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്, സർഫസ് ടെൻഷനാണ്, പ്രതലബലമാണ്. മറ്റൊരു ഉദാഹരണമാണ് എ ബ്ലേഡ് ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. നമ്മളൊരു പിക്ചറിൽ കണ്ടതുപോലെ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലേഡ് വെള്ളത്തിൻ്റെ മുകളിലായിട്ട് കിടക്കുന്നത്. അതും എന്ത് കാരണത്താലാണ്, സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മോൾ വാട്ടർ ഡ്രോപ്സ് ക്യാൻ ബി സീൻ ഇൻ സ്ഫെറിക്കൽ ഫോംസ്. അതായത് ജലത്തുള്ളികൾ സ്ഫെറിക്കൽ ഫോംസിൽ ഗോളാകൃതിയിൽ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ട്, എന്താണ്, സർഫസ് ടെൻഷൻ കൊണ്ടാണ്, പ്രതലബലം കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ്, വാട്ടർ ഡ്രോപ്പ് സ്ഫെറിക്കൽ ഫോംസിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്, സർഫസ് ടെൻഷൻ, ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഓൾ ദീസ് ആർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. എല്ലാം എന്ത് കാരണത്താലുള്ളതാണ്, നമ്മൾ പറഞ്ഞത് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം കൊണ്ടുണ്ടാകുന്നതാണ്. സർഫസ് ടെൻഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓൾ ലിക്വിഡ്സ്. എല്ലാ ദ്രാവകങ്ങളുടെയും വളരെ സവിശേഷതയുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, പ്രതലബലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓൾസോ സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ സച്ച് എ വേ സോ ആസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. എന്നാണ് പറയുന്നത്, പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. എന്ത് ചെയ്യുന്നു, ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്ന രീതിയിലാണ്, റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം പ്രവർത്തിക്കുന്നത്. ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് സർഫസ് ഏരിയ ഇസ് മിനിമം ഫോർ എ സ്ഫെറിക്കൽ സർഫസ്. എന്നാണ് പറയുന്നത്, ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് കുറഞ്ഞിരിക്കുന്ന സാഹചര്യം എപ്പോഴാണ്, അത് സ്ഫെറിക്കൽ ഷേപ്പിലിരിക്കുമ്പോഴാണ്, അത് ഗോളാകൃതിയിലായി കാണപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സർഫസ് ഏരിയ, അതിൻ്റെ പ്രതല പരപ്പളവ് ഏറ്റവും മിനിമം ആയിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികൾ എന്ത് ഷേപ്പിലായി കാണപ്പെടുന്നത്, ഗോളാകൃതിയിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. സോപ്പ് ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജലത്തിൻ്റെ സർഫസ് ടെൻഷൻ എങ്ങനെ കുറയ്ക്കാമെന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് പറയാം, സോപ്പ് മൂലം കുറയ്ക്കാം. ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് സോപ്പ് സർഫസ് ടെൻഷൻ വിൽ റെഡ്യൂസ്. എന്ത് ചെയ്യുന്നു, സർഫസ് ടെൻഷൻ കുറയുന്നു. എന്തിൻ്റെ ആക്ഷനോടുകൂടി, സോപ്പിൻ്റെ ആക്ഷനോടുകൂടി. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കമ്പോണൻസ് ഓഫ് വാട്ടർ, ജലത്തിലെ ഘടകങ്ങൾ. വി നോ ദാറ്റ് വാട്ടർ ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകമൂലകങ്ങൾ ചേർന്നാണ് ജലം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. Hydrogen and oxygen can be produced by decomposing water and water can be produced by the combining of hydrogen and oxygen. എന്താണ് പറയുന്നത്, വാട്ടറിനെ അല്ലെങ്കിൽ ജലത്തെ വിഘടിപ്പിച്ച് നമുക്ക് എന്തെല്ലാം ആക്കാൻ കഴിയുന്നു, ഹൈഡ്രജനും ഓക്സിജനും ആക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തുമാക്കാൻ കഴിയും, ജലവും നിർമ്മിക്കുവാൻ കഴിയും. വാട്ടർ ക്യാൻ ബി ഡീകമ്പോസ്ഡ്
into its components by electrolysis. എന്നാണ് പറയുന്നത് വൈദ്യുതി വിശ്ലേഷണം വഴിയാണ് നമുക്ക് എന്തിനെ മാറ്റാൻ കഴിയുന്നത്, ജലത്തെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയുന്നത്. അതായത് ജലത്തെ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ കഴിയുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നു, ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുതി വിശ്ലേഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഹൗ ടു മേക്ക് എ വാട്ടർ വോൾട്ടാമീറ്റർ. അപ്പോൾ അതിനായി നാം ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജല വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്, വാട്ടർ വോൾട്ടാമീറ്റർ. അപ്പോൾ ഇതാണ് ഒരു വാട്ടർ വോൾട്ടാമീറ്ററിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. അയൺ നെയിൽസ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്. ഇതിനായിട്ട് നാം ഉപയോഗിക്കുന്നത് എന്താണ്, ഇരുമ്പ് ആണികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളുമാണ്. അപ്പോൾ ഇവിടുത്തെ പറയുകയാണ് സെറ്റപ്പ്. 2 test tubes filled with water are kept inverted over the iron nails without allowing any air bubbles to enter. എന്താണ് പറയുന്നത്, ഇതിനായി 2 ടെസ്റ്റ് ട്യൂബുകളിൽ നിറയെ ജലമെടുത്തതിന് ശേഷം ഒട്ടും വായു കടക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഇരുമ്പ് ആണികൾക്ക് മുകളിൽ കമഴ്ത്തി വെക്കുക. Add a few drops of an acid to the water and then pass electricity through it from a battery. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഈ ഒരു ജലത്തിലേക്ക്, ഈ കാണിച്ചിരിക്കുന്ന ജലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന ബാറ്ററിയിലെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന് ഒരു ടെസ്റ്റ് ട്യൂബിലേക്കും നെഗറ്റീവിൽ നിന്ന് മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്കും നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി കറണ്ട് എന്ത് ചെയ്യുക, അതിലൂടെ കടത്തിവിടുക, പാസ് ചെയ്യുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, കളക്ട് ദ ഗ്യാസസ് ലിബറേറ്റഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്യാസസ് അതിനകത്ത് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ചെറിയ കുമിളകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, മാർക്ക് ദ വാട്ടർ ലെവൽസ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്സ് ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു പരീക്ഷണത്തിന് ശേഷം ആ ടെസ്റ്റ് ട്യൂബുകളിലൂടെ ടെസ്റ്റ് ട്യൂബുകളിൽ വാട്ടറിൻ്റെ അളവ് എത്രയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ടെർമിനലിലും ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, നെഗറ്റീവ് ടെർമിനലിലും ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. അപ്പോൾ ആ പറയപ്പെടുന്ന 2 ടെസ്റ്റ് ട്യൂബുകളെയും നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം introduce a burning incense stick into the gas collected in the test tube that is connected to the negative terminal of the battery. ബാറ്ററിയുടെ നെഗറ്റീവ് ധ്രുവവുമായി കണക്ട് ചെയ്തിരുന്ന ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക, ഒരു ചന്ദനത്തിരി, ജസ്റ്റ് കത്തിച്ച ചന്ദനത്തിരി എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കാണിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ വിത്ത് എ ബ്ലേസ് ബിക്കോസ് ദിസ് കമ്പസ്റ്റൈൽ ഗ്യാസ് ഈസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് ടെർമിനലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മളൊരു ചന്ദനത്തിരി കാണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ചന്ദനത്തിരി ആളിക്കത്താൻ തുടങ്ങുന്നു. കാരണം എന്താണ്, ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് നമുക്ക് എന്താണ് പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്, ഹൈഡ്രജൻ ഗ്യാസാണ്. ഹൈഡ്രജനും എന്തിനെ സഹായിക്കുന്നു, കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, കത്താൻ സഹായിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്, ഇൻട്രൊഡ്യൂസ് അനദർ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്സ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഗ്യാസ് കളക്റ്റഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവത്തിൽ കണക്ട് ചെയ്തിരുന്ന, ഘടിപ്പിച്ചിരുന്ന ആ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ദ ഗ്യാസ് വിച്ച് ഹെൽപ്സ് ദ ഇൻസെൻസ് സ്റ്റിക്സ് ടു ബേൺ വിത്ത് എ ബ്ലേസ് ഈസ് ഓക്സിജൻ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ആ ഒരു ചന്ദനത്തിരിയും കത്തുന്നു, വളരെ വലിയ രീതിക്ക് എന്ത് ചെയ്യുന്നു, കത്തുന്നു, അല്ലെങ്കിൽ ആളി കത്തുന്നു. അവിടെ കത്താൻ സഹായിച്ച ഓക്സിജനാണ്. ആരാണ് അവിടെ കത്താൻ സഹായിച്ച വാതകം എന്ന് പറയുന്നത്, ഓക്സിജനാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ആരെ കിട്ടി, ഹൈഡ്രജനെയും കിട്ടി, ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ആരെയും കിട്ടി, ഓക്സിജനെയും കിട്ടി. അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിനെ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കാൻ കഴിഞ്ഞില്ലേ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ക്യാൻ ബി കണ്ടക്റ്റഡ് കൺവീനിയൻ്റ്ലി യൂസിങ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. എന്താണ് പറയുന്നത്, ജലത്തിൻ്റെ വൈദ്യുതി വിശ്ലേഷണം കുറച്ചും കൂടി കൂടുതൽ സൗകര്യത്തോടുകൂടി നടത്താൻ പറ്റിയ മറ്റൊരു അപ്പാരറ്റസ് ആണ്, മറ്റൊരു ഉപകരണമാണ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദ വോളിയംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഒബ്റ്റെയിൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് വിൽ ബി ഇൻ ദ റേഷ്യോ 2:1. ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് ലഭിക്കുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എന്ന് പറയുന്നത് 2:1 എന്ന അനുപാതത്തിലായിരിക്കും, 2:1 എന്ന റേഷ്യോയിലായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1, അങ്ങനെ 2:1. Water molecule contains hydrogen and oxygen atoms in the same ratio and hence it is represented as H2O. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ വാട്ടർ മോളിക്യൂൾസ് നമ്മൾ അല്ലെങ്കിൽ ജലത്തിൻ്റെ തന്മാത്രകളിൽ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നു, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ അനുപാതത്തിലായിരിക്കും വാട്ടറിൽ കാണപ്പെടുന്നത്, അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതുകൊണ്ടാണ് നമ്മൾ ആ വാട്ടറിനെ H2O എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, H2O. കാരണം എന്താണ്, 2 ഹൈഡ്രജനും 1 ഓക്സിജനും 2:1 എന്നാണ് പറയുന്ന അനുപാതത്തിൽ
റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. വാട്ടറിനെ ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സിന് വിധേയമാക്കി ഹൈഡ്രജനെയും ഓക്സിജനെയും എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അടുത്തതായി ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്ത് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിനായി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാം. പ്രിപ്പയർ ഹൈഡ്രജൻ ബൈ ട്രീറ്റിംഗ് സിങ്ക് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഒഴിക്കുക, ശേഷം അതിലേക്ക് സിങ്കിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു, ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായ ഹൈഡ്രജൻ വാതകത്തെ കളക്ട് ഹൈഡ്രജൻ ദസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അനദർ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. അങ്ങനെ ഉണ്ടായ ഹൈഡ്രജനെ ഈർപ്പരഹിതമായ മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ശേഖരിക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. യു നോ ദാറ്റ് ഹൈഡ്രജൻ ഈസ് ലെസ് ഡെൻസ് ദാൻ എയർ. എയറിനേക്കാളും സാന്ദ്രത കുറഞ്ഞ ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഈസ് ടു ബി കളക്റ്റഡ് ബൈ കീപ്പിംഗ് ആൻ ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബ് എബോവ് ദ ടെസ്റ്റ് ട്യൂബ് ഇൻ വിച്ച് ദ റിയാക്ഷൻ ഒക്കേഴ്സ്. അങ്ങനെ റിയാക്ഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിന് മുകളിലായി ഇൻവേർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനെ എന്ത് ചെയ്യാൻ, ആ ഒരു ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്യാൻ വെക്കാൻ. അതായത് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ ആ ഒരു റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരു ടെസ്റ്റ് ട്യൂബിനെ കമിഴ്ത്തി വയ്ക്കുക അതിന് മുകളിലായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസിനെ കളക്ട് ചെയ്യുക. ഇതാണ് ഇവിടെ പറയുന്നത്. ശേഷം എന്ത് ചെയ്യുക? ഇൻസേർട്ട് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ ടു ദിസ് ടെസ്റ്റ് ട്യൂബ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചന്ദനത്തിരി എന്ത് ചെയ്യുക? ഈ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹിയർ ദ ഗ്യാസ് റിയാക്ടിംഗ് വിത്ത് ഹൈഡ്രജൻ ഈസ് ദ ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ. അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി ആ ടെസ്റ്റ് ട്യൂബിലുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഓക്കെ, ഒബ്സർവ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡ്സ്, വശങ്ങൾ എന്ത് ചെയ്യുക? പരിശോധിക്കുമ്പോൾ presence of water droplets on the sides of the test tube shows that oxygen react with the hydrogen to produce water. വശങ്ങൾ പരിശോധിക്കുമ്പോൾ ജലത്തിൻ്റെ കണികകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ജലത്തുള്ളികൾ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടായി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കാണപ്പെടുന്ന പിക്ചറാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഓഫ് വാട്ടർ മോളിക്യൂൾ, H2O മോളിക്യൂൾ. ഓക്കെ, ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഓക്സിജനാണ്, ഇതെന്ന് പറയുന്നത് ഓക്സിജനാണ്, ഇതെന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്, H2, ആൻഡ് ഇതാണ് ഓക്സിജൻ എന്ന് പറഞ്ഞു, H2O. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ജലത്തിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ, മാതൃക എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റൽസ്. ജലവും ലോഹവുമായുള്ള പ്രവർത്തനം നോക്കാം. അയൺ കൊറോഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പിന് എന്ത് സംഭവിക്കുന്നു? തുരുമ്പെടുക്കുന്നു, റസ്റ്റിംഗ് സംഭവിക്കുന്നു. എന്തെടുക്കുന്നു? ഇരുമ്പ് റസ്റ്റിംഗ് സംഭവിക്കുന്നു, തുരുമ്പെടുക്കുന്നു. മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ടു റിലീസ് ഹൈഡ്രജൻ. ഏതൊക്കെ ലോഹങ്ങളാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ള ലോഹങ്ങൾ തണുത്ത വെള്ളവുമായി റിയാക്ഷൻ സംഭവിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ, ഹൈഡ്രജൻ വാതകത്തെ ലിബറേറ്റ് ചെയ്യുന്നു, പുറന്തള്ളുന്നു. മറ്റൊരു കെമിക്കൽ റിയാക്ഷനോടെ നൽകിയിരിക്കുന്നത് Mg+H2O gives MgO+H2. എന്താണ്? മെഗ്നീഷ്യം പ്ലസ് വാട്ടർ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് ആരാണ്? ഹൈഡ്രജനാണ്. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നു? മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ. മെഗ്നീഷ്യം ആരുമായിട്ടാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്? ചൂടുവെള്ളവുമായാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ മെഗ്നീഷ്യം തണുത്ത വെള്ളവുമായിട്ട് റിയാക്ഷൻ സംഭവിക്കില്ല. ഓൾസോ ദ അയൺ റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. അയൺ ഏതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സ്റ്റീം, നീരാവിയുമായിട്ട് റിയാക്ട് ചെയ്താണ് റസ്റ്റിംഗ് സംഭവിക്കുന്നത്. അങ്ങനെ റിയാക്ഷൻ സംഭവിച്ചതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ വാതകമാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏതൊരു ലോഹവും എന്തുമായി പ്രവർത്തിച്ചാൽ, വാട്ടറുമായി പ്രവർത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര. ഇപ്പോൾ ആരൊക്കെയാണ്? ചെമ്പ്, സ്വർണം, വെള്ളി, പ്ലാറ്റിനം പോലുള്ള, ഇനിയും ഉണ്ടാവാം, പോലുള്ള ലോഹങ്ങൾ ആരുമായി പ്രവർത്തിക്കില്ല? വെള്ളവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? വിവിധ തരം ലോഹങ്ങൾ എങ്ങനെയൊക്കെയാണ് ജലത്തിൽ റിയാക്ട് ചെയ്യുന്നത്? ചൂടുവെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്നത്, സ്റ്റീമിൽ റിയാക്ട് ചെയ്യുന്നത്, തണുത്ത വെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്നത്, എന്നാൽ റിയാക്ഷൻ സംഭവിക്കാത്തത്.
അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വാട്ടർ ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ജലം എന്ന് പറയുന്നത് ഒരു സാർവത്രിക ലായകമാണ്. അതിന് സാധൂകരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നോക്കിയാലോ. When substances dissolve in water, they acquire the property of the substance dissolved. ജലത്തിലേക്ക് ഏതൊരു വസ്തു ലയിച്ചാലും ജലം ആ ഒരു വസ്തുവിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബീക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ശുദ്ധമായ വെള്ളം എടുക്കുന്നു, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഷുഗർ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് കലക്കുന്നു. നമ്മൾ ആ ഒരു വെള്ളം പിന്നീട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ അറിയാൻ പറ്റും, അതൊരു ഇനിപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മൾ ഇട്ട ആ ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവമാണ് പിന്നീട് വെള്ളം കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബീക്കറിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത വെള്ളമാണ് എടുക്കുന്നത്, എന്താണ് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വെള്ളം കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്താൽ എന്താണ്, ആ ഒരു കളറായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെള്ളത്തിലേക്ക് എന്ത് പദാർത്ഥമാണോ ആഡ് ചെയ്യുന്നത്, എന്ത് പദാർത്ഥമാണോ അതിലേക്ക് ലയിപ്പിക്കുന്നത്, ആ ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം കാണിക്കുമെന്ന് മനസ്സിലായില്ലേ? പ്യുവർ വാട്ടർ ഹാസ് നെയ്തർ ദ പ്രോപ്പർട്ടി ഓഫ് ആസിഡ് നോർ ദോസ് ഓഫ് ആൽക്കലി. ശുദ്ധമായ ജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ അങ്ങനെയുള്ള ജലത്തിൽ നമ്മൾ എന്ത് പറയുന്നു, ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് ന്യൂട്രൽ സോൾവെന്റ്. അങ്ങനെയുള്ള ജലത്തിൽ നമ്മൾ എന്ത് പറയുന്നു, നിർവീര്യ ലായകം എന്ന് പറയുന്നു. എന്ത് പറയുന്നു, നിർവീര്യ ലായകം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് നിർവീര്യ ലായകം? വാട്ടർ ഈസ് എ ന്യൂട്രൽ സോൾവെന്റ്. വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? Pure water has neither the properties of acid and nor those of alkali. ആസിഡിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കില്ല, ആൽക്കലിയുടെ പ്രോപ്പർട്ടിയും കാണിക്കില്ല. എന്താണ്, രണ്ടിൻ്റെയും, അതായത് ഒരു ആസിഡുമല്ല ബേസും അല്ലാത്ത രീതിയിലാണ് വാട്ടർ കാണപ്പെടുന്നത്. അങ്ങനെയുള്ള വാട്ടറിനെ നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രൽ സോൾവെന്റ് അല്ലെങ്കിൽ നിർവീര്യ ലായകം എന്ന് പറയുന്നത്. മാത്രമല്ല വാട്ടർ ക്യാൻ അക്വയർ ദ കളർ ഓഫ് എനി കളേർഡ് സബ്സ്റ്റൻസ് ആഡഡ് ടു ഇറ്റ്. ഏത് നിറമുള്ള പദാർത്ഥം ജലത്തിലേക്ക് ചേർത്താലും ആ ഒരു പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ആർക്ക് കഴിയും? ജലത്തിന് കഴിയും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസസ് ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻസ് ആൻഡ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. എന്താണ് പറയുന്നത്? നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ ജലം കൊണ്ട് തയ്യാറാക്കുന്നതിനാലും ജലത്തെ നമ്മൾ എന്ത് പറയുന്നു? ഒരു സാർവത്രിക ലായകം എന്ന് പറയുന്നു. നമ്മൾ ഓൾറെഡി ഈ ഒരു ഹെഡിങ്ങിൽ പറഞ്ഞതാണ്, ജലമെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, സാർവത്രിക ലായകമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസ്. പല പദാർത്ഥങ്ങളെയും ലയിപ്പിക്കാൻ കഴിവുണ്ട്? ജലത്തിന് കഴിവുണ്ട്. ഓൾസോ ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻസ്. എന്തിനെ തയ്യാറാക്കാൻ? ലായനികൾ തയ്യാറാക്കാൻ ആരെ ഉപയോഗിക്കുന്നുണ്ട്? ജലത്തിനെ ഉപയോഗിക്കുന്നതിനാലും ജലത്തിൽ നമ്മൾ എന്ത് പറയുന്നു? ഒരു സാർവത്രിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു.